സ്പ്ലിറ്റ് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് പറയാൻ പോകുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രിംഗ് വാല്യൂസ്, ഒരു ടെക്സ്റ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വേർഡ് കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വേർഡ് കൗണ്ടുകളായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. സോ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ലെക്ചർ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസറിനോട് ചോദിക്കുവാണ്, ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറയുവാണ്. സോ യൂസർ അടിച്ചു കൊടുക്കുന്നു ABCDE ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നു. ഇത് ഒറ്റ സ്ട്രിംഗ് വാല്യൂസ് ആയിട്ടായിരിക്കും അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അതായത് A ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യണം, B ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യണം, C ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും? അവിടെയാണ് നമ്മൾ സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ടെക്സ്റ്റ്, ആ വേരിയബിളിന് നെയിം കൊടുക്കുക, ടെക്സ്റ്റ് ഡോട്ട് സ്പ്ലിറ്റ് ആ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. ദെൻ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒന്ന് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ യൂസർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് A കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബി കൊടുത്തിരിക്കുന്നത്, B കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്പേസ് വരുന്നതും ഓരോ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യാം. ഓരോ സ്പേസ് വരുന്നതും ഓരോ സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ സ്പേസ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്പേസ്, ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ രീതിയിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. A ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യും, B ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യും, C ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യും, E ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ B ആണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ട വരുന്നതെങ്കിൽ നമ്മൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ B എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. B എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ B വരുന്ന സംഭവം, B ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല, B വരുന്നതെല്ലാം സ്പ്ലിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ A കഴിഞ്ഞ ഒരു സ്പേസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ B സ്പ്ലിറ്റായി. ദെൻ അടുത്തത് വരുന്നത് C സ്പേസ് D സ്പേസ് E, ഇതൊറ്റ സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ B വരുന്ന സംഭവങ്ങളെല്ലാം അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവും. ബാക്കിയെല്ലാം എവിടെയൊക്കെ B വരുന്നുണ്ടോ അവിടെയെല്ലാം സ്പ്ലിറ്റ് ആവും. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്പേസ് മൾട്ടിപ്പിൾ ആയിട്ട് തവണ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്പേസ് കൊടുത്ത സമയത്ത് ഓരോ ലെറ്റേഴ്സും അവിടെ സ്പ്ലിറ്റ് ആയത്. അപ്പോൾ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പ്രോഗ്രാം സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. സോ ഞാനിവിടെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. സ്പ്ലിറ്റ് എന്ന് നെയിം കൊടുത്തു. സോറി, അത് പൈത്തൺ ഫയൽ അല്ല വന്ന്. സോ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വേരിയബിൾ നെയിം കൊടുത്തിട്ട് ടെക്സ്റ്റ് എന്നൊരു വേരിയബിൾ നെയിം കൊടുത്തു. ദെൻ ഞാനിവിടെ ഒരു സ്ട്രിംഗ് വാല്യൂ കൊടുക്കുകയാണ്. വെൽക്കം ടു ഇന്നോടെക് ലാബ് എന്ന് നെയിം കൊടുത്തു. ഓക്കെ, ഇവിടെ ഓരോ തവണ സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസ് വരുന്നത് വെച്ചിട്ട് നമുക്ക് ഓരോ സ്ട്രിങ്ങുകളായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിനകത്തേക്ക് അത് സ്പ്ലിറ്റഡ് എവിടെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോ ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്റഡ് എന്നുള്ള നെയിം കൊടുത്തിട്ട് സീക്വൽ ടു, ഇവിടെ നമ്മൾ ടെക്സ്റ്റിനെയാണ് നമുക്ക് ഈ വേരിയബിളിനകത്താണ് ഈ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ ആ വേരിയബിൾ നെയിം കൊടുക്കാം, ടെക്സ്റ്റ് ഡോട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നെയിമാണ്. സോ സ്പ്ലിറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഇനി ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ത് വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ സ്പേസ് ആണ് വേണമെങ്കിൽ സ്പേസ് പറഞ്ഞു കൊടുക്കുക, നമ്മൾ സ്പേസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ദെൻ നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേരിയബിളിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ലിസ്റ്റിനകത്തേക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രിംഗ് വാല്യൂസ് കോമ വെച്ചിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് വന്നു, 2 എന്ന് പറയുന്ന പുതിയൊരു സ്ട്രിംഗ്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രിങ്ങുകൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയിം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലെറ്റർ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ E വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ E എവിടെയൊക്കെ വരുന്നുണ്ടോ E ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല, E വരുന്ന സ്ഥലങ്ങളെല്ലാം E റിമൂവ്ഡ് ആവും. ദെൻ E വരുന്ന സ്ഥലങ്ങളെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയൊരു ടെക്സ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ E കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാണെങ്കിൽ W ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്തു. ലിസ്റ്റിൻ്റെ ഉള്ളിൽ W ഒരു സ്ട്രിംഗ് ആയി. ദെൻ അത് കഴിഞ്ഞിട്ട് E ഇൻക്ലൂഡഡ് അല്ല, E കഴിഞ്ഞിട്ട് LCOM വരെയുള്ള വാല്യൂസാണ് അടുത്ത് വന്നിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു E ഉണ്ട്. ദെൻ ആ E വരുന്ന സ്ഥലം സ്പ്ലിറ്റഡ് ആയി. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ്, ദെൻ 2 ഗ്രേപ്പ് എന്ന് പറയുന്ന അത്രയും വന്നു, അവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ആയി. ദെൻ അടുത്ത E വന്നു. ദെൻ ഇന്നോടെക്
ഇന്നോട്ട് ടി എന്ന് പറയുന്ന ആ ഒരു ഇതെത്തി അവിടെ എത്തിയപ്പോൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ നമുക്ക് ABCD എന്ന് കൊടുത്തിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു യൂസറിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ യൂസറിനോട് ചോദിച്ചിട്ട് ഇപ്പോൾ സ്പേസ് ഇട്ടു BCDEF ഇങ്ങനെ കൊടുത്തു. ഇത് നമുക്ക് ഓരോന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സ്ട്രിംഗ് ആയിട്ട് ആക്കുകയാണെങ്കിൽ ഇവിടെ സ്പേസ് ഇട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ A ഒരു സ്ട്രിംഗ് ആയിട്ട് ആക്ട് ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. B ഒരു സ്ട്രിംഗ് ആയിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ടെക്സ്റ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സ്ട്രിങ്ങുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.